ആഗോള ഊർജ്ജ വിപണിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാനുള്ള പരമാധികാരം ഇന്ത്യക്കുണ്ടെന്നും വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പുതിയ കാര്യമല്ലെന്നും റഷ്യൻ സർക്കാർ വ്യക്തമാക്കിയതോടെ ഈ ചർച്ചകൾക്ക് പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളും വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനകളും നിലനിൽക്കെയാണ് റഷ്യയുടെ ഈ നിർണായക പ്രതികരണം. ഏതൊരു സ്വതന്ത്ര രാഷ്ട്രത്തെയും പോലെ ഇന്ത്യക്കും തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങുന്ന രാജ്യമല്ലെന്നും വർഷങ്ങളായി വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചരിത്രമാണ് ഇന്ത്യക്കുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനാൽ തന്നെ ഇന്ത്യ മറ്റു വിപണികളിലേക്ക് നോക്കുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായ ഒന്നല്ല എന്നാണ് ക്രെംലിൻ വക്താവ് PTI റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. വൈറ്റ് ഹൌസും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ ഇതുവരെ ഇത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും തങ്ങൾക്ക് അത്തരമൊരു അറിയിപ്പ് ഇന്ത്യയിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും പെസ്കോവ് നേരത്തെ പ്രതികരിച്ചിരുന്നു. റഷ്യൻ എണ്ണ ഇന്ത്യ പാടെ ഉപേക്ഷിക്കില്ല എന്നതിന് പിന്നിൽ വ്യക്തമായ സാങ്കേതിക കാരണങ്ങളുണ്ടെന്ന് റഷ്യൻ നാഷണൽ എനർജി സെക്യൂരിറ്റി ഫണ്ടിലെ വിദഗ്ധനായ ഇഗോർ യുഷ്കോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇങ്ങനെയാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന യുറാൽസ് ക്രൂഡ് ഓയിലിന്റെ രാസഘടന മറ്റ് രാജ്യങ്ങളിലെ എണ്ണയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇന്ത്യൻ റിഫൈനറികൾ ഈ പ്രത്യേകതരം എണ്ണ സംസ്കരിക്കാൻ പാകത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു മാറ്റം റിഫൈനറികളുടെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചേക്കാം. പ്രതിദിനം 1.5 ദശലക്ഷം മുതൽ 2 ദശലക്ഷം ബാരൽ വരെ എണ്ണയാണ് റഷ്യ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇത്രയും വലിയൊരളവ് പെട്ടെന്ന് മറ്റൊരു രാജ്യത്ത് നിന്നും, പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നും ലഭ്യമാക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യ ഇന്ത്യക്ക് വലിയ തോതിലുള്ള വിലക്കിഴിവിലാണ് എണ്ണ നൽകുന്നത്. ഇത് ഇന്ത്യയുടെ ധനക്കമ്മി കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും ഒരേപോലെ കൊണ്ടുപോകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരണം നടത്തുക എന്നത് ഇന്ത്യയുടെ ദേശീയ താൽപര്യമാണ്. ഇറാൻ, സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം റഷ്യയും ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരായി തുടരുന്നു. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേവലം ഒരു വ്യാപാര ഇടപാടിനേക്കാൾ ഉപരിയായി വലിയൊരു ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തി തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെയാണ് റഷ്യ ബഹുമാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ നടത്തുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.